ജയറാമൊക്കെ മമ്മൂട്ടിയിലൊക്കെ ഇൻട്രോ ഉണ്ട്, സാരമാണ്, അത് കാണണം. വന്നിരുന്ന് കാട്ടാലും അത് എക്സ്പീരിയൻസ്. ടി വിയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സാധനം. മമ്മൂട്ടിയുടെ റോള് കൊള്ളാം, പടം കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല, നല്ല പടം, നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ട്, അത് കണ്ടാലേ ഫുള്ളായിട്ട് പറയാൻ പറ്റും. അതിപ്പോൾ പൊട്ടിക്കുന്നില്ല ഞാൻ കാണുക. എന്തായാലും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ അല്ലെങ്കിൽ അയാളുടെ കഥയുടെ ഏറ്റവും വളരെ നല്ലൊരു ഫിലിം. ജയറാമിൻ്റെ വളരെ നല്ല സിനിമയാണ്, സൂപ്പർ ഹിറ്റ് ആവും എന്തായാലും, ഡെഫിനറ്റ്ലി. എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്, പക്ഷെ അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. വന്നു, പക്ഷേ എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ല. 5-ാം പാതിര പ്രതീക്ഷ തന്നെ പോവാം. സെക്കൻഡ് ഹാഫ് ആകുമ്പം ഒരു ചെറിയൊരു സർപ്രൈസ് വരുന്നൊരു സംഭവം എക്സ്പെക്ട് ചെയ്യാം. നല്ല സംഭവമാണ്. സൂപ്പറാണ്. ജയറാമേൻ്റെ ഒരു വലിയ തിരിച്ചുവരവെന്ന് തന്നെ പറഞ്ഞു. പിന്നെ മിഥുൻ മാനുവലിൻ്റെ വളരെ മികച്ച ഒരു സംവിധാനം. ഫാമിലി അതുപോലെ തന്നെ യൂത്ത് ഒരുപോലെ എടുക്കും പടം. അത്ര എന്താ പറയുക, 5-ാം പാതിര ചെയ്താലും കുറച്ചുകൂടെ മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വമ്പൻ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കിടിലം, ഒന്നും പറയാനില്ല, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വൻ തിരിച്ചു. മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറയാം. നല്ല സിനിമ, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. അവറേജാണ്, അവറേജ് അല്ല, ഒരു എബോ അവറേജ് ആണ്. എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ടാൽ മതി. നല്ല പടമാണ്, നല്ല പടം, മസ്റ്റ് വാച്ച് ആണ്, നല്ല ത്രില്ലറാണ്. ഫസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, അത് ആൾക്കാരെ കണ്ടു തന്നെ മനസ്സിലാക്കട്ടെ. അടിപൊളി, നല്ല സൂപ്പർ ത്രില്ലറാണ്, കൊള്ളാം. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു വരക്കമുണ്ട് ഒരാളുടെ, കൊള്ളാം, നല്ല പടം. ഇഷ്ടപ്പെട്ടു. നല്ലൊരു സാധാരണ ഒരു പടത്തിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി. മമ്മൂട്ടി നല്ല രീതിയിൽ, ജയറാം എന്ന് കൊള്ളാം. നല്ല പടം തന്നെ. ഫസ്റ്റ് ഹാഫ് ഒരു പക്ക ത്രില്ലർ പടം എങ്ങനെയായിരിക്കും അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് നമ്മൾ മറ്റേ സർപ്രൈസ് ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതുവരെ പക്ക ത്രില്ലറായിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു ഇമോഷണൽ ജോണറിലോട്ടും പടം പോയ പടത്തിൽ BGM ഒക്കെ നൈസായിട്ടൊന്ന് വർക്കായിട്ടുണ്ട്. ജയറാമേട്ടനും അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. പടം കണ്ടിരിക്കാം, ഒരു നല്ലൊരു ത്രില്ലർ. തിരിച്ചുവരവാണ്. അതിൻ്റെ കഥയും സംവിധാനവും അത് പറയാതിരിക്കാൻ വയ്യ. മിഥുൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ഐറ്റം ഉണ്ട്, ആ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. പടം ജയറാം അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഇടയ്ക്ക് ചെയ്ത് നല്ല ക്യാരക്ടേഴ്സിലാണ്, ഒരു കംബാക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മ്യൂസിക് ആയാലും ഡയറക്ഷൻ എല്ലാം കൊള്ളാം. 5-ാം പാതിര ലെവലൊന്നും ഇല്ലെങ്കിലും ഒരു കണ്ടോണ്ടിരിക്കാൻ നല്ലൊരു ത്രില്ലർ പടം തന്നെയാണ്. നല്ലൊരു ത്രില്ലറാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു നല്ലൊരു 5-ാം പാതിരയ്ക്ക് ശേഷം നല്ലൊരു ത്രില്ലറാണ്. ബിലോ ആവറേജ്. എൻ്റെ മൂവിയിൽ ഒറ്റ സീന് മാത്രമേ ഓഡിയൻസ് ക്ലാപ്പ് ചെയ്തുള്ളൂ, ആ മമ്മൂക്കയുടെ എൻട്രിക്ക് മാത്രം. ശരിക്കും മമ്മൂക്ക പോലും വേണ്ടായിരുന്നു ഈ മൂവിക്ക്. ഭയങ്കര ഡിസപ്പോയിൻറ്റ്. മിഥുൻ മാനുവൽ തോമസ് നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരു ഡയറക്ടറും കൂടെയാണ്. ടോട്ടലി ഡിസപ്പോയിൻറ്റ്. ബിലോ ആവറേജ് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം മിഥുൻ മാനുവൽ ഒരു സ്ക്രിപ്റ്റ് പോലെ അല്ല, അവിടെ ആവറേജ് ആയിട്ട് തോന്നുന്നത്. ഒരു ഹൈപ്പ് ഇല്ല, പിന്നെ മമ്മൂട്ടിൻ്റെ ഒരു ആവശ്യവും തോന്നിയില്ല കഥയിൽ. നടനെ ചെയ്താലും മതിയായിരുന്നു, സാറ്റിസ്ഫൈഡ് അല്ല. ബട്ട് നോട്ട് ഗ്രേറ്റ്. ரொம்ப சூப்பர் சேட்டா, பார்க்கலாம், ரொம்ப அழகாக இருக்குது. 50 டேஸ் கூட ஓடும், 50 நாளைக்கு மேலே ஓடும் படம். நல்லா தரமாக எடுத்திருக்காங்க, சூப்பராக இருக்குது. குடும்பத்தோடு பார்க்கக்கூடிய படம் தான், அழகாக எடுத்திருக்காங்க. அப்படியே லீவ் போட்டு வந்து படம் பார்த்துருக்கேன், நல்லா அழகாக இருக்குது படம், நல்லா இருக்குது படம். குடும்பத்தோடு வந்து பார்க்கலாம், சூப்பராக இருக்குது. எல்லாம் மியூசிக்கும் ரொம்ப பக்காவாக இருக்குது. எல்லோரும் பார்க்கக்கூடிய ரசிக்கக்கூடிய படம் அது. கண்டிப்பாக 100 டேஸ் கண்டிப்பாக ஓடும். 2020 5-ാം പാതിര കൊണ്ട് ഞെട്ടിച്ച്, 2024 അബ്രാമോസ് ലെറർ കൊണ്ട് ഞെട്ടിച്ചു. സൂപ്പറാണ്, അടിപൊളിയാണ്. പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ബട്ട് എണീറ്റ് തന്നെ കൈയടിക്കാം. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാം, എണീറ്റ് തന്നെ കൈയടിക്കാനുള്ള മൊമെൻ്റൊക്കെ ഉണ്ട്.